ബംഗളൂരുവിനും മംഗളൂരുവിനുമിടയിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഈ റൂട്ടിലേക്ക് എത്താനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ജൂൺ 3 ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യശ്വന്ത്പൂരിൽ നിന്നും മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പരീക്ഷണയോട്ടം നടത്തുക. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ സ്ഥിരം സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന പദ്ധതികളിലൊന്നായ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതിനകം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസായി മാറിയിട്ടുണ്ട്. വേഗത, സൗകര്യം, ആധുനിക സംവിധാനങ്ങൾ എന്നിവയാണ് ഈ ട്രെയിനുകളുടെ പ്രധാന പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ ബംഗളൂരു മംഗളൂരു റൂട്ടിലേക്കും വന്ദേ ഭാരത് വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശക്തമായിരുന്നു. ഇപ്പോൾ ആ കാത്തിരിപ്പിന് വിരാമമാകുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്ക് സംവിധാനമുള്ള 8 കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനാണ് പരീക്ഷണയോട്ടത്തിന് ഉപയോഗിക്കുക. സുരക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക കാര്യങ്ങളും പരിശോധിക്കാനാണ് ഈ പരീക്ഷണം നടത്തുന്നത്. യശ്വന്ത്പൂരിൽ നിന്ന് ജൂൺ 3 പുലർച്ചെ 6 മണിക്ക് ട്രെയിൻ പുറപ്പെടും. യാത്രാമധ്യേ പ്രധാന സ്റ്റേഷനുകളിൽ നിർത്തി വിവിധ പരിശോധനകൾ നടത്തും. രാവിലെ 9 മണിയോടെ ട്രെയിൻ ഹാസൻ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് രാവിലെ 9:10 ഹസാനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 9:55 ശകലേഷ്പൂരിൽ നിന്നെത്തും. പിന്നീട് യാത്ര തുടരുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:30 സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലും എത്തിച്ചേരും. അതിനുശേഷം പടിഞ്ഞാറൻ ഘട്ടത്തിന്റെ മനോഹരമായ മലനിരകളിലൂടെ യാത്ര ചെയ്ത് ഉച്ചകഴിഞ്ഞ് 2:05 പാഡീൽ സ്റ്റേഷനിലെത്തും. തുടർന്ന് 2:40 മംഗളൂരു സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചേരും. മംഗളൂരിലെത്തി മടങ്ങുന്ന സർവീസ് ഉച്ചകഴിഞ്ഞ് 2:45 ആരംഭിക്കും. രാത്രി 11 മണിയോടെ ട്രെയിൻ വീണ്ടും യശ്വന്ത്പൂരിൽ ചേരുന്ന രീതിയിലാണ് നിലവിലെ പരീക്ഷണ സമയക്രമം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ ബംഗളൂരിൽ നിന്ന് മംഗളൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ശരാശരി 8.5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ യാത്രാ സമയം ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രകൃതി സൗന്ദര്യമാണ്. പടിഞ്ഞാറൻ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു റെയിൽപാത ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റെയിൽ യാത്രകൾ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന്റെ ഭംഗി നിരവധി സഞ്ചാരികളെ ആകർഷിക്കാറുണ്ട്. എന്നാൽ സൗന്ദര്യത്തിനപ്പുറം സാങ്കേതിക വെല്ലുവിളികളും ഈ പാതയ്ക്ക് ഏറെയാണ്. ഹാസൻ ബംഗളൂരു റെയിൽവേ പാതയിലെ ശകലേഷ്പൂർ മുതൽ സുബ്രഹ്മണ്യ റോഡ് വരെയുള്ള ഏകദേശം 55 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്ര ഇന്ത്യയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റെയിൽപാതകളിലൊന്നാണ്. കുത്തനെയുള്ള മലനിരകൾ, ആഴമേറിയ താഴ്വാരങ്ങൾ, നിരവധിയായ വളവുകൾ എന്നിവ ഈ പാതയുടെ പ്രത്യേകതകളാണ്. ഈ ഭാഗത്ത് മാത്രം 57 തുരങ്കങ്ങളും 226 പാലങ്ങളും 108 കൊടും വളവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ വൈദ്യുതീകരണം പൂർത്തിയാകുക എന്നത് റെയിൽവേക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഏകദേശം 2 വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ റൂട്ടിന്റെ വൈദ്യുതീകരണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതോടെയാണ് വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾ ഈ റൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത യാഥാർത്ഥ്യമായത്. വൈദ്യുതീകരണം പൂർത്തിയായതിനു ശേഷം തന്നെ ബംഗളൂരു മംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പരീക്ഷണയോട്ടം പ്രഖ്യാപിച്ചതോടെ യാത്രക്കാരുടെ പ്രതീക്ഷകൾ കൂടുതൽ ഉയർന്നിരിക്കുകയാണ്. ഈ പുതിയ സർവീസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക സ്ഥിരമായി ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ മംഗളൂരു ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിൽ നിന്നാണ് എത്തുന്നത്. ഇവർക്ക് വേഗതയിലുള്ള യാത്രാ സൗകര്യം വലിയ ആശ്വാസമാകും. അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് പുതിയ സർവീസ് ഏറെ സഹായകരമാകും. ഒരു ദിവസത്തിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി മടങ്ങാൻ കഴിയുന്നതോടെ സമയം ലാഭിക്കാനും സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഈ സർവീസ് വലിയ അനുഗ്രഹമാകും. ബംഗളൂരു മംഗളൂരു നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പതിവായി യാത്ര ചെയ്യുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാമാർഗം ലഭിക്കും. ടൂറിസം മേഖലയ്ക്കും ഈ സർവീസ് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കും. ബംഗളൂരിൽ നിന്ന് മംഗളൂരിലേക്ക് തീരദേശ കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ എത്താൻ ഇത് സഹായിക്കും. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് പരീക്ഷണയോട്ടത്തിന്റെ ഫലമാണ്. പരീക്ഷണം വിജയകരമായി പൂർത്തിയായാൽ റെയിൽവേ ഉടൻ തന്നെ അന്തിമ സമയക്രമവും സ്റ്റോപ്പുകളും ടിക്കറ്റ് നിരക്കുകളും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരു മംഗളൂരു വന്ദേ ഭാരത് സർവീസ് കർണാടകയിലെ റെയിൽ യാത്രയ്ക്ക് ഒരു പുതിയ അധ്യായം തുറക്കാനൊരുങ്ങുകയാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമാകുന്ന ഈ പദ്ധതി ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്ര കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.